ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ അങ്ങ് കത്തി കയറുകയാണ്. നമുക്ക് നോക്കാം പ്രൊമോ. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? ഓക്കെ, ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് മുമ്പ് വന്ന പ്രൊമോയിലും ഇതേയുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലക്ഷ്മി ആദിലിൻ നൂറിനും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമല്ല. എന്താണ് ലക്ഷ്മി ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ലാലേട്ടൻ പറയുന്നതിന് ആൻസർ ചെയ്തേ പറ്റൂ. ലക്ഷ്മി നീ എന്താ മിണ്ടാണ്ട് വെക്കുന്നേ? പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. പേഴ്സണലി എനിക്ക് ഇതിനെ കൂടെ വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ വിയോജിപ്പുണ്ടെങ്കിൽ അവർക്കെന്താ? നിങ്ങൾ ആരാ? മനസ്സിലായില്ല. നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ് ഞാൻ. എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ. ഞാനെണ്ണം 5 ഡയലോഗ് അടുത്തത് അടിക്കുകയാണ്. നിങ്ങളുടെ നിലവിലാണ് അവർ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ലക്ഷ്മി അങ്ങ് ഉരുകി അങ്ങ് ഉരുകി. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. അടുത്ത നോമിനേഷനിൽ വേണമെങ്കിൽ ഇടും. അത്ര തന്നെ. മസ്താനിക്ക് എന്താണ് കുഴപ്പം? മസ്താനിക്ക് എന്താണ് കുഴപ്പം? മസ്താനിക്ക് കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്കത് വന്നപ്പോൾ ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? മറ്റാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ ബിഗ് ബോസിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് പറയാനുള്ള എന്ത് അധികാരം നിങ്ങൾക്ക് ഉണ്ട്? ഇതിന് പിന്നെ അധികാരമൊക്കെ വേണോ ഇത് ചോദിക്കാനായിട്ട്? എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ ഇറങ്ങിപ്പോക്കോളൂ. ഷോന്ന് ഇറങ്ങിപ്പോ, പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ, വീട്ടിൽ പോ, ആരിവിടെ പിടിച്ചു നിർത്തി എന്നാണ് ലാലേട്ടൻ പറയുന്നത്. മസ്താനി ലക്ഷ്മിയൊക്കെ അങ്ങ് നിന്ന് ഉരുകയാണ്. ലാലേട്ടൻ അങ്ങ് കത്തിച്ചു രണ്ടിനെയും. കഴിഞ്ഞു, പ്രമോ കഴിഞ്ഞു. ലാലേട്ടൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദിവസം എല്ലാവരും കൂടെ ഇറങ്ങി പോകണം, മനസ്സിലാവും. ഇതാണ് ഈ ഒരു പ്രൊമോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് വല്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കും. കാരണം ലാലേട്ടൻ ഓൺ ഫയർ ആണ്. പക്ഷേ ഈ ഒരു 4-5 നാട്ട് തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെ? നോക്കാം. അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് കേൾപ്പിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. അടുത്ത എല്ലാവരും വീഡിയോ കാണാം. ബൈ.